പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 21 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ എല്ലാവരും ശബ്ദമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്. നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട്, കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട്, കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട്, ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കൈകൾ ആരോഗ്യമുള്ള എല്ലാവരുടെയും കൈകൾ ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു അല്ലേ. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. കരം ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും സ്തോത്രം പറഞ്ഞ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കാത്തുപരിപാലിച്ചത് കൊണ്ടല്ലേ ഈ പ്രഭാതത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. കൈകളെ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ കൃപയായിരുന്നു. ആമേൻ. സ്വസ്ഥമായി ഉറങ്ങി. അതിന് കർത്താവിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരാൻ കർത്താവ് കൃപ ചെയ്തില്ലേ. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നു ദൈവത്തിന് സ്തോത്രം. കൈകൾ ഉയർത്തി പറ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, അവൻ പലർക്കും ആശ്ചര്യമാക്കി നമ്മളെ മാറ്റുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 56 സങ്കീർത്തനത്തിൻ്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ആ വിടുവിച്ച കർത്താവിന് നമുക്ക് അല്പസമയം സ്തുതിക്കാം. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുക. അപ്പയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, അപ്പയെ ആരാധിക്കുന്നു, അപ്പയെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച അപ്പൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് 2024 ഏപ്രിൽ 21 ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ. മരുന്ന് കഴിച്ച് അതിനുശേഷമുണ്ടായിരിക്കുന്ന അലർജികൾ, ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചത് മുഖാന്തരമുണ്ടായ മറ്റുള്ള രോഗങ്ങൾ, മരുന്ന് കഴിച്ചതിൻ്റെ ശേഷമുണ്ടായ ചില കോംപ്ലിക്കേഷനുകളാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ അതുപോലെ ഹല്ലേലൂയ. ഇന്ന് ഏത് രോഗത്താൽ വലയുന്നവരാണല്ലോ അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരിലേക്ക് യേശുവിൻ നാമത്തിൽ പകരപ്പെടട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പകരപ്പെടട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പകരപ്പെടട്ടെ. അവരുടെ നെഞ്ചിലേക്ക് പകരപ്പെടട്ടെ. അവരുടെ വയറിനകത്തേക്ക് പകരപ്പെടട്ടെ. ആമേൻ. അവരുടെ കാലുകളിലേക്ക്, കൈകളിലേക്ക്, ആമേൻ, തലയിലേക്ക് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പകരപ്പെടട്ടെ. അത്ഭുതകരമായ സൗഖ്യം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നടന്നിരിക്കുന്നതിന് സ്തോത്രം. പല രോഗങ്ങളാൽ ഭാരപ്പെട്ടിരുന്നവർ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നതിന് സ്തോത്രം. ഒരു രോഗമല്ല, പല രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പലരും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമായതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെയും ജോലിയില്ലാത്തവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് വഴി തുറക്കണം. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന അടുത്ത ഒരു തലമുറയായി എഴുന്നേറ്റ് വരുന്നതിന് സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗ
ലോകത്തെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഭാരതത്തിൽ അങ്ങനെ വലിയൊരു ഉണർവിനെ കർത്താവെ അങ്ങ് അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ വലിയ പ്രവൃത്തി ഇന്ത്യയിൽ നടക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. സകല മഹത്വവും പുകഴ്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗങ്ങൾ വലിയ ഉണർവായി മാറാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്ക് നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാത്രി 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസത്തിനും സൗഖ്യത്തിനും, അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനും, അനേകരുടെ പ്രത്യാശ വർദ്ധിക്കുവാനും, അനേകരുടെ ക്രിസ്തുവുള്ള സ്നേഹം വർദ്ധിക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും ഒക്കെ ഇടവരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ മീറ്റിങ്ങുകളിലൂടെ ചെയ്ത നന്മകളെ നിങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് നാളെ കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഏറ്റവും വളരെ ഫെമിലിയറായ വാക്യം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവവുമായിട്ടുള്ള ബന്ധത്തിലാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും യേശു തൻ്റെ മാതാവും ഉൾപ്പെടെ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഭവമാണ് വീഞ്ഞെന്ന് പറയുന്നത്. ആ വീഞ്ഞ് തീർന്നു പോകുവാൻ ഇടവന്നു. ഒരുപക്ഷെ കണക്കൂട്ടൽ തെറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ വന്നവർ കൂടുതൽ ഉപയോഗിച്ചതാകാം, അല്ലെങ്കിൽ ആളുകൾ കൂടിപ്പോയതാകാം, എന്തുമാകാം. വീഞ്ഞ് തീർന്നുപോയി. അപ്പോൾ ആ വീട്ടുകാർ ഭയങ്കര ഭാരത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമില്ല. കാരണം വീഞ്ഞുണ്ടാക്കണമെങ്കിൽ അതിനൊരു പ്രോസസ്സിങ് ടൈമുണ്ട്, അതിന് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിന് പർട്ടിക്കുലറായ ടൈമുണ്ട്. വീഞ്ഞ് ഏറ്റവും നല്ലതാകണമെങ്കിൽ അത് ഏറ്റവും പഴയ വീഞ്ഞായിരിക്കണം. അപ്പോൾ ആ വീട്ടുകാരെ സംബന്ധിച്ച് അവർ അപമാന ഭാരത്താൽ മുങ്ങും. കാരണം വീഞ്ഞ് തികഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ദോഷമാണ്, വലിയ ഭാരമാണ്. എന്നാൽ തൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല, ഇവരുടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും ഓർത്തോണം, കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരു നാഴികയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും ഏത് രാജ്യത്തിൻ്റെ മുകളിലായാലും കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിൻ്റെ നാഴിക ചിലരുടെ ജീവിതത്തിൽ, ദൈവിക അത്ഭുതങ്ങളുടെ നാഴിക നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പക്ഷേ യേശുവിൻ്റെ അമ്മ എന്നാ ചെയ്തു? ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്താൽ അത്ഭുതം നടക്കും. പത്രോസിനോട് പറഞ്ഞു, വല ഇടാൻ പറഞ്ഞു. പത്രോസ് ഒഴിവുകഴിവുകൾ പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടും യേശുവിൻ്റെ വാക്കിൽ വലയിറക്കിയപ്പോൾ പ്രതീക്ഷയില്ലാത്തിടത്ത് അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇതുപോലെ കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. ദൈവശബ്ദത്തെ നമ്മൾ കേൾക്കണം. ദൈവശബ്ദം നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അപ്പം യേശു എന്നാ ചെയ്തു? കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഈ വെള്ളം നിറച്ചവർക്കറിയാം ഇത് സാധാരണ വെള്ളമാണ്. അവരോട് പറഞ്ഞത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറയും. സ്തോത്രം. ആ കൊണ്ടുപോകുന്ന അവരുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. സാധാരണഗതിയിൽ അവരെ സംബന്ധിച്ച് അവർക്കറിയാം ഇത് സാധാരണ പച്ചവെള്ളമാണ്. വേദപുസ്തകം പറയുന്നു അത് ഇപ്പോൾ കോരി വിരുന്നുവാഴി കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്നുള്ള വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ പറഞ്ഞ വാക്യം ഇതായിരുന്നു. മണവാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും, നീ മാത്രം നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചല്ലോ. മനസ്സിലായോ? കർത്താവ് ഇടപെട്ടാൽ നല്ലതേ സംഭവിക്കുകയുള്ളൂ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകും. മനുഷ്യന് പലപ്പോഴും നമ്മുടെ മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമായി തോന്നുന്നത്, ഹല്ലേലൂയ, നമ്മുടെ നാച്ചുറൽ സെൻസിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്, നമ്മൾ മാനുഷികമായി വിശ്വസിക്കാൻ പ്രയാസമേറിയ കാര്യങ്ങളാണ് എപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഇന്ന് പ്രഭാതത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുമ്പോൾ മനുഷ്യന് അസാധ്യമായത്, മനുഷ്യൻ്റെ കണ്ണിന് ആശ്ചര്യമായത്, മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്തത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. അതിനെന്നാ ചെയ്യേണ്ടത്? കർത്താവിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇവിടെ മറിയ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മ കർത്താവിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു.
ആമേൻ. അവർ അത് വിശ്വസിക്കുവാനും യേശു പറഞ്ഞത് ചെയ്യുവാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം ഏത് വിഷയം വന്നാലും, കുഞ്ഞെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയമായാലും ചെറിയ വിഷയമായാലും ആർക്കും പരിഹരിക്കാൻ കഴിയാതെ നിൽക്കുന്ന വിഷയമാണെങ്കിലും യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. യേശുവിനൊരു അവസരം കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലൊരു അവസരം കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നത്തിലൊരു അവസരം കൊടുക്കുക. ആർക്കും ചെയ്യാൻ കഴിയാത്തത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അതുകൊണ്ട് എന്നാ ചെയ്യണം? കർത്താവിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അത് ഏത് ചെറിയ കാര്യമായാലും അത് ഏത് വലിയ കാര്യമായാലും എന്നാ ചെയ്യണം? കർത്താവെ, അങ്ങ് ഇതിനകത്തൊന്ന് പ്രവർത്തിക്കണം. കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അസാധ്യമാണ്. നമ്മളെപ്പോഴും മാനുഷിക ബുദ്ധിയിലാണ് കർത്താവിനെ കാണുന്നത്. നോ, കർത്താവിനെ മാനുഷിക ബുദ്ധിയിൽ കാണല്ലേ. ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അബ്രഹാം പറഞ്ഞു, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുന്നവനാ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയമാണെങ്കിലും കർത്താവ് ഇൻവോൾവ് ചെയ്താൽ വെള്ളം വീഞ്ഞായതുപോലെ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്ന് പൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത, ഡോക്ടർമാർക്ക് കഴിയാത്ത, വക്കീലുമാർക്ക് കഴിയാത്ത, പോലീസുകാർക്ക് കഴിയാത്ത, ഗവൺമെന്റിന് കഴിയാത്ത ചില അസാധാരണ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു, ഒരു വലിയ ഡിവൈൻ ഇൻവോൾവ്മെൻറ്റ്, ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ 2024 ഏപ്രിൽ 21 സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ച ദൈവശക്തിക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആർക്കും ചെയ്യാൻ കഴിയാത്തത് ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.